ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് വന്നിട്ടുണ്ടത് ഈ മീൻ കണ്ടാൽ എല്ലാവരും പറയും ഉസുറും പുളിയില്ലാത്ത മീനാണ്, ടേസ്റ്റ് ഇല്ലാത്ത മീനാണെന്ന് ഇട്ടാ. അപ്പോൾ നമ്മൾ നല്ല ഉസുറും പുളിയോടൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ലൊരു പൂ പോലത്തെ ഒരു പൊറാട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് തൊലിക്കേണ്ടത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ടിൽ അതിൻ്റെ തൊലിക്കണ വീഡിയോ ഇട്ടീനിട്ടാ. അപ്പം ഇനിയിപ്പോൾ ഇപ്പോഴും ഇനി കാണിക്കണ്ടെന്ന് വിചാരിച്ചിക്കാണ്ട് ഞാൻ തൊലിച്ച് നല്ല കഷ്ണാക്കിക്കാണ്ട് കൊണ്ടുവന്ന് വെച്ചിക്കണേ. അപ്പോൾ നല്ല വെള്ളം വാർത്തിയൊക്കെ വെച്ചിക്കണേ. അപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി ആട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായി കുഴച്ചിക്കാണ്ട് നമുക്കിത് നന്നായി കൊണ്ട് മസാല കൂട്ടി വെക്കാം. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആട്ടോ, കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് വൈകുന്നേരത്തിനാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഉച്ചക്ക് ഒരു സിമ്പിളായിട്ടൊക്കെ പോയി. അപ്പോൾ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാന്നുള്ള ഇതിലാണ് കേട്ടോ ഉച്ചക്കേനെ കരുതി നിൽക്കേണ്ടത്. അപ്പോൾ ഇത് കുഴച്ചുകാണ്ട് നമ്മൾ പെട്ടിയിലാക്കിക്കാണ്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ നല്ലൊന്ന് മസാല പിടിച്ചോട്ടെ. അപ്പോൾ നമ്മളിതേക്കൊരു നല്ലൊരു പൂ പോലത്തെ ഒരു പൊറാട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ നമ്മൾ അതിലിട്ട് കുഴച്ചുകാണ്ട് മയക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊടി എടുക്കട്ടെ. 1 കിലോ പൊടിയാണ്. 1 കിലോന് പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയാക്കിക്കാണ്ട് രണ്ടും കൂടി കൂട്ടിക്കാണ്ട് തയ്ച്ചാണ്. അപ്പം ഇനി മൈദ ഒറ്റക്കാകുമ്പോഴാട്ടോ അധികം ടേസ്റ്റ് ഉണ്ടായാൽ. പിന്നെ ഗോതമ്പ് പൊടി ഒറ്റക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ രണ്ടും കൂടിയാണ് എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഉച്ചക്ക് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ. ഇറച്ചി കുറച്ചുള്ളൂ. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ആ കറി ബാക്കിയുണ്ട്, പീസൊന്നുമില്ല. അപ്പോൾ ഇതും ആക്കാം. അപ്പോൾ നമുക്ക് ആ മീൻ ഉണ്ടാക്കും ചെയ്യാം. അങ്ങനെയായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത് നന്നായി എടുത്ത് അരിച്ചുകാണ്ട് ഇനി ഒന്ന് നന്നായി ഉണ്ട് മിക്സ് ആക്കട്ടാ. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് പിന്നെ അതിന് റേഷനരിൻ്റെ ചോറായാലും വേണ്ടിയില്ല, മട്ടരിൻ്റെ ചോറ് ആയാലും വേണ്ടിയില്ല, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളടുത്തുള്ള ചോറാണ് എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു പകുതി, ഈ പൊടിൻ്റെ പകുതി കണ്ടിട്ട് നമ്മളൊരു സുമാറ് പറയണേ, പകുതിൻ്റെ അത്ര ഇല്ല. അപ്പോൾ ഈ ചോറ് മിക്സിൻ്റെ ജാറ് കിട്ടിക്കണേ. അതിക്കുള്ള പാകത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചാര ഇടുന്നുണ്ട് കേട്ടോ. 1 സ്പൂണ് പഞ്ചാര ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു 1/2 ഗ്ലാസ്സിന് താഴെ മിൽമപ്പാൽ കാച്ചി വെച്ച മിൽമപ്പാലാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലൻ ചെല്ലുമ്പോഴാട്ടെ നല്ല പദം വരല്. അപ്പോൾ അത് നന്നായി ഫൈനായിട്ടുണ്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊടിക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മളാണ് കുഴച്ച് നോക്കുക. ഇനി പാലില്ലെങ്കിൽ വെള്ളമായാലും മതി കേട്ടോ. പാലുണ്ടായാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഇന്ന് പിന്നെ ഗ്യാസ് കഴിഞ്ഞ്. അപ്പോൾ പിന്നെ കറണ്ടിൻ്റെ അടുപ്പൊക്കെ എടുത്തുവെച്ച്, പക്ഷേ അതുമ്മൽ ഒരുവിധ സാധനമൊന്നും വെക്കാൻ പറ്റില്ല. കുക്കർ വെക്കാം. കുക്കർ സ്റ്റീലായതുകൊണ്ട് വേറെ ഒന്നും വെക്കാൻ കഴിയണില്ല. പണ്ടൊക്കെ പിന്നെ അതിനനുസരിച്ചുള്ള നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒക്കെ അടുപ്പുമല ഉണ്ടാക്കിയത്. അപ്പോൾ മോളോട് രാവിലെ ഞാൻ ഇത് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞും ചെയ്ത്. അപ്പോൾ ഓക്ക് വൈകുന്നേരം ഓക്ക് തിന്നാനൊക്കെ സമയം ഉണ്ടാവുള്ളേ. അപ്പോൾ രാവിലെ വല്ലാതെ ഒന്നും തിന്നാതെ പോണതാണ്. അപ്പോൾ പിന്നെ ഓൾ അപ്പം തന്നെ പറഞ്ഞു, നിങ്ങൾ വാക്ക് മാറരുത് ഇട്ടാന്ന്. അപ്പോൾ ഇതാ നമ്മൾ പൊടി ഇതിക്ക് പാല് ഇതടിച്ചത് ഈ കൊഴിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മൾ ആ മിക്സിൻ്റെ ജാറ് കഴിക്കാണ്ട് ആ വെള്ളം കൂടി അതിലേക്ക് ചേർന്നിക്കണം കേട്ടോ. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചങ്ങാണ്ട് കുഴച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഏതോ ആയാലും മടിയില്ല, അത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്നുകൊണ്ട് കുഴച്ചങ്ങാണ്ട് നമ്മളണ്ട് റെസ്റ്റിന് വെക്കാം. അപ്പം ഇനി നല്ല തോർത്തുമുണ്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെത്തി റാപ്പുണ്ടായിനി. അപ്പോൾ അതിട്ട് കാണ്ട് ഒന്നുണ്ട് പിന്നെ കാറ്റടക്കാതെ ഒന്ന് പിന്നെ ഇടുകയാണ് കേട്ടോ. ഇനി മുണ്ടായാലും വേണ്ടിയില്ല. അപ്പം ഇനി മുണ്ട് നമ്മളടുത്ത് യൂസ് ചെയ്യണം മുണ്ടുള്ളൂ. അപ്പം ഞാൻ നന്നാക്കിയതൊന്നുമില്ല. അപ്പോൾ വിചാരിച്ച് കാണ്ട് അല്ലെങ്കിൽ കോട്ടൺ തുണി എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കത്രിക എടുക്കാൻ പോയതാണ് കേട്ടോ, ഒന്ന് വെട്ടാൻ. അത് ഇപ്പോൾ കഴിഞ്ഞ നോമ്പിന് കൊണ്ടുവന്ന് വെച്ചാണ്. നോമ്പിന് ഇതൊരു ആവശ്യമാണേ. ഈ കൈതച്ചക്ക ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കാമല്ലോ. എന്നാൽ വേറെ ഒന്നും വരില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുകയും ചെയ്യുക. അപ്പോൾ അത് തന്നെ ഉണ്ട് ഇട്ടപ്പോഴും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ എടുക്കലുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 2-3 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വൈകുന്നേരമാണ് പിന്നെ പണിയെടുക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പത്തിരിൻ്റെ കാടി ഒരു ഇത്തിരിയും കൂടി ഉണ്ടാവും കേട്ടോ. ഇനി ഒന്നുകൊണ്ട് പീസാക്കി കാണ്ടി നമുക്കാണ് മുറിച്ച് വെക്കാം.
പൊറാട്ടനെക്കാട്ടിയൊക്കെ നല്ല തിന്നാൻ വയ്ക്കണേ, നല്ലൊരു സുഖട്ടാ, നല്ലൊരു ടേസ്റ്റും നല്ലൊരു പഞ്ഞി പോലെയാണ്. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂ പോലെ നിൽക്കും, അത്ര നല്ല മട്ടത്തിലാട്ടം നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളതൊക്കെ ഉണ്ട് കുഴച്ചെടുക്കുകയാണ്, അല്ല ഉരുട്ടി വെക്കുക കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് കേട്ടോ, പൊറോട്ട ഉണ്ടാക്കണ അതിലത്തെ പണിയൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ റാക്കം വെച്ച് കണ്ട് തന്നെയാണ് പരത്തുണ്ട് കേട്ടോ. അപ്പോൾ ലേസം എണ്ണയും പറ്റുന്നുണ്ട്, പൽമപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ജലദോഷം ഉണ്ടായിട്ട് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ. അപ്പം ഇപ്പം നമ്മളെ വീഡിയോ ഒന്നും വല്ലാതെ ആരും കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പം വീഡിയോ ഇടാനൊക്കെ ഒരു മടിയിക്കണം. അപ്പം നമ്മൾ റൗണ്ടാക്കിയല്ല കേട്ടോ, അത് സ്ക്വയർ ആക്കിയാട്ടോ പരത്തേണ്ടത്. പിന്നെ വീഡിയോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും നമുക്കിങ്ങനെ വ്യൂസൊക്കെ കൂടുമ്പോഴേ നമുക്ക് ഇടാനുള്ളൊരു മൂഡ് വരുള്ളൂ കേട്ടോ. വ്യൂസ് ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ പിന്നെ ഇടാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോവും. നമ്മൾ ഇടുന്നത് 2 മണിക്ക്, കൃത്യത്തിന് 2 മണിക്ക് ഇടും കേട്ടോ വീഡിയോ ഇടലുണ്ട്. അതും പിന്നെ എന്തെങ്കിലും വ്യൂസൊക്കെ കുറയുമ്പോൾ പിന്നെ 1.5 വട്ടമാണ് അധികം ഇടൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായി വരും. 1.5 വട്ടം തന്നെ ഇടാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഷോർട്ട് പിന്നെ ഡെയിലി ഇടലുണ്ട് കേട്ടോ, എപ്പോഴേലുമൊക്കെ ഒഴിവാകലുള്ളൂ. അപ്പോൾ അതാ പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടി ഇങ്ങനെ പരത്തി കൊടുക്കുക, ഓയിൽ പരത്തിയതിന് ശേഷം പൊടി പരത്തി കൊടുക്കുക കേട്ടോ, പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് മടക്കുക, ആ മടക്കുമ്പോഴൊക്കെ ഓയിലും പരത്തി കൊടുക്കുക, പിന്നെ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഇങ്ങനെയാണ് പൊതിഞ്ഞുകാണ്ട് വെച്ചാൽ മതി. അങ്ങനെ പിന്നെ നമ്മൾ ഇനി ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയത്, ഞാൻ പറയില്ല മോൾക്ക് വൈകുന്നേരം ആയാലും തിന്നാൻ പറ്റുള്ളൂ. പിന്നെ ആണെങ്കിൽ വീഡിയോ എടുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ ബുദ്ധിമുട്ടാണേ, അപ്പോൾ വിചാരിച്ച് നമ്മൾ വൈകുന്നേരത്തിനാക്കിയതാണ്. പിന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കലുണ്ട്, അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കറി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതിന്. അപ്പോൾ കൂട്ടാനൊക്കെ കുറവ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ രാത്രി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു സമാധാനമാണ്, ഇന്ന് രാത്രിയാണ് പരിപാടി എന്ന് പറയും, അപ്പോൾ പിന്നെ അത്ര ഇതുണ്ടാവില്ല. അപ്പം ഇങ്ങനെ അതുകൊണ്ട് മടക്കി ഒക്കെ റെഡിയാക്കിക്കണേ. അപ്പോൾ നമ്മളെ ഉണ്ടാക്കാൻ സുഖമുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. തിന്നാൻ നല്ല ഇതല്ലേ, തിന്നാനും നല്ല ടേസ്റ്റാണ്. ആ പാലാണ് കൂട്ടുമ്പോഴാട്ടത് നല്ലൊരു ഇത് വരുന്നത്, പൂ പോലെയാണ് വരുന്നതേ. അപ്പോൾ കഴിയുന്നിടത്തോളം പാല് കൂട്ടാൻ നോക്കുക. പിന്നെ ചോറും അതൊക്കെ ആയിട്ടതിന് ഇത് വരുത്തേണ്ടത്. അപ്പോൾ അതാ നമ്മൾ ഒക്കണ്ട് റെഡിയാക്കിക്കണം കേട്ടോ. അഞ്ഞ് നമുക്ക് ഒന്ന് പരത്തിക്കാണ്ട് ചുടാനാണ്. കഴിഞ്ഞ് നമുക്ക് പലമ്മൽ വെച്ചങ്ങാണ്ട്, അപ്പോൾ ഞാൻ പറയില്ല ഗ്യാസ് ഇല്ലാന്ന്, അപ്പോൾ ഞാൻ അടുപ്പൊക്കെ തീയൊക്കെ ശരിയാക്കിക്കണേ. അപ്പോൾ അതാ പലമ്മൽ വെച്ചങ്ങാണ്ട് അതേപോലെ തന്നെ ഒന്ന് ഇട്ട് പരത്തിയെടുക്കട്ടെ. പിന്നെ ഒന്നും കൂട്ടൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് തന്നെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ അട്ട ചുടുണ്ട്. അപ്പോൾ ദോശക്കല്ലൊക്കെ നല്ല ചൂടായിക്കണേ. ഞാൻ ഗ്യാസ് വെച്ചങ്ങാണ്ട് ഇങ്ങനെ ഗ്യാസ് വെക്കുമ്പോൾ എനിക്ക് വലിയ ചട്ടി ഉണ്ട്, അതിൽ ചൂടാമെന്ന് വിചാരിച്ചിൻ്റെത്. അപ്പോഴാണ് ഗ്യാസ് ഇല്ല എന്നുള്ള ഓർമ്മ ആയത് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ദോശക്കല്ലിക്ക് ഇടുന്നുണ്ട്. ഇനി ഓയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്ത് നെയ്യൊക്കെ വേണമെങ്കിൽ കൂട്ടട്ടാ, നമുക്ക് പിന്നെ വലിയ അൽസന്മാരാണ്, അപ്പോൾ പിന്നെ ആ ഓയിലൊക്കെ തന്നെ മതി കേട്ടോ. നല്ലോണം പൊള്ളുന്നുണ്ട്, അടുപ്പുമലായിട്ട് തന്നെ ചെലിക്ക് പൊള്ളുന്നുണ്ട്. അപ്പം ഗ്യാസുമലാണെങ്കിൽ നല്ല ഉസാറായിട്ടാണ് പൊള്ളുന്നുണ്ട്, പൊള്ളിച്ച് വരിക. കണ്ടിട്ട് അല്ലാണ്ട് പൊള്ളിച്ച് വരിക കേട്ടോ. അപ്പം പിന്നെ കാസറോൾക്കാണ് വെച്ചാൽ മതി. കാസറോൾക്ക് വെക്കുമ്പോൾ പിന്നെ ചൂട് മാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും പിന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചങ്ക് ഇങ്ങനെ കാറാൻ വരുന്നുണ്ട്. ആ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത്.
പിന്നെ വലുതായതുകൊണ്ട് വേണ്ടാകുന്നുണ്ട് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേണ്ടേ വെന്ത് കിട്ടണുണ്ട്. മറ്റേ ഇത് വലിയ കല്ലിൽ ഇടുമ്പോൾ പിന്നെ ഈ 2 എണ്ണം ഒക്കെ ഇടാം. അപ്പോൾ അതാ നമ്മളൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തുകാണ് കാണിച്ചു തരാം കേട്ടോ. നല്ല ലെയറായിട്ട് നിൽക്കണുണ്ട്, നല്ല കയ്യോണ്ട് ഇങ്ങനെ പിടിച്ചുമ്പോൾ എന്തൊരു സോഫ്റ്റ് എന്നാൽ പിടിച്ചാൽ നല്ലൊരിത് ഉണ്ടാ, നന്നായിട്ട് പഞ്ഞി പോലെ ഉണ്ടാവുക. എല്ലാവരും ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അതിക്കൊരു ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ഒരു മത്തി മുളകിട്ടതാ അയില മുളകിട്ടതാ ഒക്കെ ചേരുട്ടാ, ഒക്കെ ചേരും. മുളകിട്ട കറിയൊക്കെ ചേരും. നമുക്ക് പിന്നെ ഒന്ന് ഇറച്ചി തേങ്ങ അരച്ച കറിയാണ് കൂടെ, അതിനെക്കാട്ടിന് ചേരൽ മുളകിട്ട കറിയാണ് ഈ കാരണം. കണ്ടില്ല നല്ല ലെയറായിട്ട് നിൽക്കണേ, 2-3 പുളിയങ്ങാണ്ട് നല്ല സാറായിക്കണം. അപ്പം ഇനി നമ്മളെ മീനിൻ്റെ പണി എടുക്കട്ടെ ഇനി. അപ്പം നമ്മൾ ഇതായിക്ക് ഒരു 2-3 സ്പൂണ് ഓട്സ് ഇട്ടുണ്ട്, പിന്നെ ഒരു 2 സ്പൂൺ നമ്മളെ ഇതിനനുസരിച്ച് ഇട്ടാ 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മളെ പത്തിരിപ്പൊടി. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊടി ചെറുനാരങ്ങ ഞാൻ പിഴിയുന്നുണ്ട്. അപ്പോൾ ആ ഓട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പിന്നെ ഇതാക്കി നോക്കി. അപ്പോൾ പിന്നെ കുറച്ച് തരി പോലെ നിന്നപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കാണും ഒന്നും കൂടി ഒന്ന് ഒറ്റ പൊടിയാണ് പൊടിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ മീനുമൊക്കെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനത്തെ മീനൊക്കെ ആകുമ്പോഴേ, ഇങ്ങനത്തെ മീൻ പുതിയാപ്പിളക്കോര ഒക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കുട്ടികൾക്കൊക്കെ ഒരു ടേസ്റ്റാട്ടാ. ഇങ്ങനത്തെ കടിക്കൊക്കെ ഇട്ടാ, കടിക്കൊക്കെയാണ് ചേരുക. പിന്നെ നെയ്ച്ചോറ്റിക്ക് അങ്ങനെയൊക്കെയാണ് ഈ കാര്യം ചേരൽ. അപ്പം ഇനി നമുക്കിതിങ്ങനെ തീക്ക വെച്ച് കണ്ട് നല്ലൊന്ന് കോട്ട് ചെയ്യാം. അപ്പം ഈ മീനാന്നൊന്നും അറിയണില്ല, അത്രക്ക് ടേസ്റ്റ് ഇട്ടാ. അത് നല്ലാണ്ട് പൊള്ളിച്ചിട്ട് വരുമ്പോഴേ ചിക്കൻ റോസ്റ്റിൻ്റെ മാതിരി തന്നെ. അപ്പോൾ ഞാൻ ഈ കിട്ടുകാണ്ട് ഒന്ന് പൊടിക്കട്ടാ. അപ്പോൾ ആദ്യക്ക് പൊടിക്കാതെയാണ് ഇട്ടത്. അപ്പോൾ ഈ ഓട്സ് ഇങ്ങനെ വലിയ തരിയായിട്ടേ, അപ്പോൾ ഞാൻ ഒന്നായി കിട്ടുകാണ്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുത്ത്. അപ്പോൾ പിന്നെ നല്ല മട്ടായിട്ടാ. രാത്രിയാകുമ്പോൾ പിന്നെ ആർക്കും ചോറ് പറ്റില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കും, പിന്നെ ചിലപ്പോൾ ചോറ് തിന്നും ചെയ്യും. അപ്പോൾ പിന്നെ രാത്രിയൊക്കെ ആക്കിയതാട്ടത്. ഇങ്ങനെ അധികമൊക്കെ ഉള്ള ഇങ്ങനെ ചേരല്ലേ ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റികളൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ കാര്യം കേട്ടോ. എന്നും ഒരേപോലെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ മീൻ ഉണ്ടാക്കിനി, അന്ന് പിന്നെ മസാല ഇട്ട് പൊരിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു ഉള്ളിക്കൊരു ഉസ്റുമുള്ളില്ലാത്ത മാതിരി. പക്ഷെ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ലൊരു ആ പുറമൊക്കെ ഇങ്ങനെ പൊള്ളിച്ച് നിന്നിട്ട് എന്തായി ടേസ്റ്റ് എന്നാ, നല്ല ചൂടോടൊക്കെ തിന്നും വേണം. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുണ്ടത്, അടുപ്പുമ്മൽ വെച്ച് കാണാണ്. കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് വേവാൻ അതിനത്രയും പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മളോട് കമൻറ്റിൽ കൂടി അറിയിക്കണം. നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആ കഷ്ണങ്ങളൊക്കെ പിന്നെ പൊരിച്ചെടുത്ത്, പിന്നെ ഇത് തലയും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ അതിലിട്ട്, പിന്നെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ഓയിൽ തന്നെ കുറച്ചൊക്കെ ആക്കിയതാ. അപ്പോൾ കറി ഞാൻ പറഞ്ഞില്ല ഉച്ചക്കത്തെ കറിയാണെന്ന്. അപ്പോൾ മോക്കുള്ള ഒരു 2 കഷ്ണം തന്നെ ഉള്ളൂ കേട്ടോ അതിൽ. ബാക്കി ഉച്ചക്ക് ഇറച്ചി ഞങ്ങൾ കൂട്ടിയിരിക്കണേ, വേറെ ഒന്നും ഇല്ലേനി. കറി തന്നെ ഉള്ളൂ കേട്ടോ. കറിയും പപ്പടം പൊരിച്ചത് ഇനി ഉച്ചക്ക്. അപ്പോൾ പിന്നെ ഉച്ചക്ക് അങ്ങനെ കഴിഞ്ഞത്. ഇനി അപ്പോൾ ഇറച്ചിക്കറി ഉള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഗ്യാസിലെങ്കിലും വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇറച്ചിക്കറി വേണമല്ലോ, ഇറച്ചിക്കറിയാണ്. പിന്നെ എന്തെങ്കിലും മീൻ മുളകിട്ടൊക്കെ ആയാലും മതി. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.